സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് പെസ്സാണ്. അപ്പോൾ വേറെ ഇതൊന്നുമില്ല, പെസ് കളിക്കാമെന്ന് വെച്ച് ഞാൻ റോബ്ലോക്സിൻ്റെ വീഡിയോ പിന്നെ ഇടുന്നുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് പെസ് കളിക്കാമെന്നാണ് ഞാൻ വെച്ചത്. പെസ് എന്ന് വെച്ചാൽ നമുക്കപ്പോൾ മിക്കവരും പെസ്സല്ലേ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ പെസ് എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് പെസ് എന്ന് പറഞ്ഞാൽ മാറ്റിയില്ല. അറിയില്ല ഗോളായ പയ്യ. ഞാൻ പരീക്ഷയ്ക്കായിട്ട് കുറേ ദിവസം കളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കുറേ ഡിലേ ഉണ്ട്, അതുകൊണ്ട് കുറേ ഇതൊക്കെ കുറവുണ്ട്. ഇതിപ്പോൾ കയറുന്നറിയില്ല, കയറണ കയറുന്നത് ആക്ച്വലി കയറിയില്ലേ കയറിയുണ്ട്. അപ്പോൾ മറ്റേ സ്പിന്നിൻ്റെ ബെക്കാമ്പോണ്ട് എനിക്ക് ബെക്കാമ്പോണ്ട് കിട്ടി. ഞാൻ ടീം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ടീം ജസ്റ്റ് എന്ന് പറയുന്നില്ല, മറ്റേ ബ്രസീലിൻ്റെ ഇത് കളിക്കണോണ്ട് അതിലത്തെ ടീം ആക്കി വെച്ചേക്കാണ്. ബെക്കാമ്പോണ്ട് എനിക്ക് കിട്ടി, ഞാൻ കാണിച്ചു. എനിക്കിത് കിട്ടിയാൽ എൻ്റെ കോയിൻ കഴിഞ്ഞു. ബിക്കോസ് ഞാൻ ഇതൊന്ന് സ്പിൻ ചെയ്തു, പിന്നെ ഇത് രണ്ടെണ്ണം സ്പിൻ ചെയ്തു. അതിൽ പെഡ്രിയാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഫ്രീ ചാൻസ് ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി കറക്റ്റ് ആക്കണം. എവിടെ അയ്യോ പോയില്ല. പക്ഷേ മിഷൻസ് ഒന്ന് നോക്കി കേട്ടോ, പുതിയൊരു ക്യാമ്പയിൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കോയിൻ കുറച്ച് കാണുന്നുണ്ടെങ്കിൽ ഇല്ല, നമുക്ക് കളിക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്കിതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. നമുക്കിപ്പോൾ ഞാനൊരു മിനിറ്റ് ഓൺലൈൻ മാച്ചിന് മുമ്പ് ഞാൻ എൻ്റെ ബ്രസീൽ ക്ലബിൻ്റെ ഒന്ന് എടുക്കട്ടെ. ഇതിപ്പോൾ ടീം ശരിക്കും ടീമല്ല, ഇപ്പോൾ ബ്രസീൽ ക്ലബ് ഉണ്ടല്ലോ, ഇവിടെ മൊത്തം ബ്രസീൽ ക്ലബ്ബാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സബ്ബൊക്കെ ഇട്ടിട്ട് എൻ്റെ ഒഫീഷ്യൽ ടീമല്ല, പെപ് ഗാർഡിയോലയുണ്ട്. അപ്പോൾ ഞാൻ ഈ മാച്ച് കഴിഞ്ഞിട്ട് ഞാനിത് തീർക്കട്ടെ. ഞാനിപ്പോൾ ഇത് ടോപ്പ് പ്ലെയറാണ്, സൂപ്പർ സ്റ്റാർ ഇട്ടിട്ടില്ല. ജസ്റ്റ് കുറച്ചിടം കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ചാൽ ഞാനിപ്പോൾ മാച്ചിക്ക് കളിക്കണമെങ്കിൽ ഞാനിതൊന്ന് തീർത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഈ മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഒരു കാര്യം നമുക്കിത് പറയണമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ കറി കിട്ടി നമുക്ക് ഇറക്കാനാണ്, മറ്റേ സ്പിന്ന് കിട്ടിയിട്ട് നമുക്ക് ഇറക്കാനാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ മാച്ച് കഴിഞ്ഞിട്ട് കാണാം. അതിൽ അടിപൊളി വല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തിരിച്ച് സ്ക്രീന് റെക്കോർഡിങ് ഓണാക്കും. അപ്പോൾ സോ ബൈ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, ഒരു മാരക സംഭവം ഉണ്ടായി കളിയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ കാണിച്ചു തരാൻ നോക്കിയൊക്കെ. ഞാൻ മെസ്സിനോട് ട്രിപ്പിൾ ചെയ്തു, ഇങ്ങോട്ട് അടിച്ചു. പക്ഷെ അവൻ്റെ ഗോൾ ചാടി. അതൊരു ഇതായി. ഒന്നുകൂടെ നോക്കാം നമുക്ക് റീപ്ലേ. ഞാനത് ഇങ്ങനെ ഇട്ടു, മെസ്സിനെ കട്ടിപ്പിച്ചു, അടിച്ചു. പക്ഷേ അതിന് മേത്തട്ടി, പക്ഷെ ഗോൾ ചാടിയിട്ട് ആ ഗോൾ ചാടി. എന്നാലും ഒരു സൂപ്പർ മൂമെൻ്റ് ആയിരുന്നു അത്. ഗൈസ്, അപ്പോൾ ഒരു ഗോൾ ഉണ്ടായി. ഞാൻ ഫുൾ സ്ട്രൈക്കിങ് ഓണാക്കി ഒരു ഗോൾ അടിക്കാൻ നോക്കിയപ്പോൾ സംഭവം ഉണ്ടായി. അവയെ കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ പൊട്ടി. ബെക്കാംപൂറാണെങ്കിൽ ഫുൾ സ്ട്രൈക്ക് ആണെങ്കിൽ ബെക്കാംപൂർ ഉള്ളിൽ കയറി ഒറ്റയടി പോസ്റ്റ് മുട്ടി വന്നത് ഇത്. അത് ബെക്കാംപൂരിൻ്റെ ഒരു ഗോൾ ആയിരുന്നു എന്നാണ് ഞാൻ ആലോചിച്ച. പക്ഷേ ബെക്കാംപൂരിന് അത് കിട്ടിയില്ല. വെൽ ഡൺ ബെക്കാംപൂർ ആൻഡ് വാൻ ബാസ്റ്റൻ, രണ്ടുപേരും മികച്ച ലെജൻസാണ്. അപ്പോൾ ഞാൻ ഈ മാച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി സ്പിൻ ചെയ്യാം. ഫ്രീയുടെ ഇത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റേ ഫ്രീയുടെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാൻ പോകും. മുണ്ട് കണ്ട് നല്ല ഡിസൈന്. നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് അറിയാവുള്ളൂ. നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിക്ക് നോക്കി നോക്കാം. ഓക്കെ, ഞാനപ്പോൾ ഫോർഡിന് വേണ്ടി നോക്കാം. ഫോർഡ് നോക്കും മോനെ, നിങ്ങളിതൊന്ന് നോക്കിയത് ഈ സംഭവം. എല്ലാ സംഭവം ഉണ്ടായി. ഞാൻ എൻ്റെ പണ്ടത്തെ അക്കൗണ്ടിലേക്ക് കാണിച്ചത്, പണ്ടത്തെ എൻ്റെ ഫോൺ വെച്ചത്.
ഒന്ന് നോക്കി നിങ്ങളൊന്ന് ആലോചിക്കും. പോസോ എൻ്റെ ഇമ്പോർട്ടും 3 വട്ടം ഞാൻ 2 വട്ടം നേരത്തെ കോയിൻ വെച്ച് സ്പിൻ ചെയ്യപ്പോഴും ഇപ്പോഴും ഇതിക്കുന്ന അതിന് പച്ചവെള്ളം കത്തുണ്ട് മക്കളെ. ഫോടൻ എൻ്റെ മോനെ എടാ ഫോടനെ കിട്ടിയിടാ. ഫോടനെ ആലോചിക്ക്. ഫോടൻ ഗായ്സ്, ഫോടൻ നമ്മുടെ ടാർഗറ്റ്. 2 തവണ സ്പിൻ ചെയ്തു, അത് 2. ഇപ്പം 3-ാമത്തെ എനിക്ക് കിട്ടി. ഇറ്റ് സേസ് എവറിത്തിങ് ഈസ് പ്യുവർ. സോ നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിനെ പോയിക്കൊടുക്കാം. എന്തൊക്കെയുണ്ട്, കുറേ പ്ലേസ് പോയാ. എന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ. അത് 100 ആവുള്ളൂ. കുഴപ്പമില്ല. എന്താ 319? ഓ ഇവൻ ജയിച്ചു. ഓ അതൊരു ചതിയാണ്. ഇവൻ 100 കുഴപ്പമില്ല. നമ്മുടെ ഒരു വേറെ ടോട്ടൽ കുഴപ്പമില്ല. നമ്മുടെ 3020 നടന്നു, 22 നടന്നു. അത് 2 കുറഞ്ഞു. ഇവൻ 102 സാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ കാണിച്ചു തരാം. ദിസ് ഈസ് ദ ടോപ്പ് ടീം. ഫിനിഷസൊക്കെ 102 ഇതാണ് നമ്മുടെ ടീം. ഇത് നമ്മുടെ പുതിയ ഫോട്ടോ. നമുക്ക് ഫോട്ടോ നോക്കാം. സോ ഡ്രിബ്ലിംഗ് 92, പവർ കൗണ്ടർ 98, റിംഗ് അവയർനെസ് 88, ടൈറ്റ് പൊസിഷൻ 92, ഫിനിഷിംഗ് 88, കർൾ 83 ഉള്ളൂ, ആക്സിലറേഷൻ 91, പിന്നെ ബാലൻസ് ഉണ്ട്, കിക്കിംഗ് പവർ 88. കുഴപ്പമില്ല വെച്ചാൽ നമുക്ക് ബൂസ്റ്ററിൽ നിന്നൊന്നും തോന്നുന്ന ഒരു 3 എഫക്ട്സൊക്കെ കിട്ടുമല്ലേ. എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റേ വരെ പറയാം എൻ്റെ പേര് സാബി ആലിസനെ വെച്ചാൽ പറ്റുള്ളൂ. റിസർവിൻ്റെ ഇവൻ ക്രോസിങ് അടിപൊളിയാണ്. പക്ഷേ പിൻ പോയിൻ്റ് ഇവൻ ഇല്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇനി ഇവിടെ കളിപ്പിക്കാം. മറ്റേ ലെഫ്റ്റ് ഫുട്ടാണ് ഇവിടെ കുഴപ്പമില്ല. എനിക്ക് ഡെബ്രാനെ ഇഷ്ടവനെ കുറച്ച് പിക്കിന് പിന്നെ നിൽക്കാം. അപ്പോൾ നമുക്ക് വേണ്ട പ്ലെയറിനെ കിട്ടി. പെഡ്രി ഉണ്ടായിരുന്നു, പക്ഷെ പെഡ്രീനെ കിട്ടിയില്ല. പെഡ്രീനെ കൊടുക്കേണ്ട വരും. ഇനിയിപ്പോൾ നമുക്ക് അധികമൊന്നും ഇല്ല. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ടാർഗറ്റ് പ്ലെയറായ ഫോഡനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി ഉണ്ട്, പണ്ടത്തെ ഫോഡൻ നോക്കാം. എൻ്റെ പണ്ടത്തെ ഫോഡൻ ഫോൺ മറ്റേ എൻ്റെ വേറെ അക്കൗണ്ട്, അതിൽ 2 ഫോണുണ്ട്. ഉണ്ട് അത് ഇത്രയും അവൻ കളിക്കുള്ളൂ എന്നുവെച്ചാൽ അത്രയുള്ളവൻ. യൂറോപ്പ്, ഇംഗ്ലീഷ് ലീഗ്, ശരിയാ. എൻ്റെ ഒരു പ്ലാമർ ഉണ്ടാകും. പ്ലാമർ ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷെ അടിപൊളിയാണെന്ന് കേൾക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആയിരുന്നു ഇതിൽ. ഇപ്പം ഇതിൻ്റെ വീട്ടിൽ മോശമല്ല വെറുതെ ഇരിക്കുക. പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ഗ്രാൻഡ്സ്, കുറച്ച് അത്യാവശ്യമുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ആലൻ റോഡ് ഉണ്ട്. ഇവന് 99 സ്പീഡ് കേട്ടോ. പിന്നെ ഒന്നുമില്ല, റീസെറ്റ് നമുക്ക് ഫോണിന് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ നേരത്തെ ഒരു നോർമൽ മാച്ച് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ ചെയ്തു. ഞാൻ 3 ലക്ഷത്തിലാണ് നിൽക്കണം. 3 ലക്ഷം. എന്തേ കളിക്കാം. നമുക്ക് ഫോണിന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത്.
ഇത് ഫോർഡിനൊക്കെ ജസ്റ്റ് ഇന്നൊരു മാച്ചാണ്. ഫോർഡൻ നമ്മൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഐസിയാകോ എൻ്റെ ഒരു സ്വന്തം. അപ്പോൾ ഫോർഡൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഫോർഡനോ ഫോർഡൻ മിഡ് സ്ഥലം. ഓക്കെ. ഓ സ്കില്ല്. ഓ സ്കില്ലുണ്ട്. ഓക്കെ. അയ്യോ മണ്ടത് കാണിച്ചു. പ്ലെയർ കവർ ചെയ്യേണ്ടി. ഓക്കെ നൈസ്. എന്താണെന്നറിയില്ല, നമുക്കൊരു ആകാംക്ഷ കൂടിപ്പോയി. അതുകൊണ്ട് പ്ലേയേഴ്സ് ഒന്നും അത് ഫോണിൻ്റെ കിട്ടി. നല്ല സ്പീഡിലല്ല കളിയെടുക്കണേ. ഓ എൻ്റെ മെസ്സിയാണെങ്കിൽ പിന്നെയും കാണുന്നത്. ഫോർഡിന് 92 ബോൾ കൺട്രോൾ. അത് നിങ്ങൾ നോക്കിക്കുമായിട്ട്. ഓക്കെ. ഓ ദാറ്റ്സ് എ നൈസ് ട്രിബിൾ. ഒരു ഷൂട്ടും കൂടി നോക്കാം. ഫിനിഷിങ് കുറവാണ്. ഫിൽ ഫോർഡൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ട്രിക്സിനെ പറ്റി എൻ്റെ ഒരു അറിവെന്ന് വെച്ചാൽ മെസ്സിനോട് ക്രോസ് ഇടിപ്പിക്കുന്നത് നല്ല വൃത്തിയല്ല. മെസ്സിക്ക് ക്രോസിങ് ഇല്ല. പണ്ടത്തെ 101 മെസ്സിക്കാണ് ഈ 103 മെസ്സിയാണ് പൊളിച്ചത്. ഇതിപ്പോൾ എൻ്റെ 103 എന്താ പറയുക, ഞാൻ ഒരു കാര്യമുണ്ട്. അത്ര ആ മെസ്സിയുടെ അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല. അതിലേക്ക് കളിക്കാൻ പറ്റണല്ലോ. ഇപ്പോൾ ഒരു ഗോൾ അടിക്കുന്ന സമയമാണ്. ഞാൻ വേസ്റ്റേക്ക് അങ്ങോട്ട് ഗോൾ അടിച്ചേക്കാം. ഓക്കെ. അപ്പം ഞാൻ പെട്ടെന്നൊരു ഗോൾ അടിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയില്ല. ഓക്കെ. ഓ മോനെ അവന്മാർ പാസിങ് കണ്ട. ഇപ്പോൾ മറ്റേ എന്താ പറയുക, സിറ്റിയുടെ പ്ലേയേഴ്സിൻ്റെ എണ്ണം കൂടുക. ഈ ടഫായി വരുമല്ലോ. എൻ്റെ ഒരു 99 ഫോണിനുണ്ട്. വേറെ അവന്മാർ എന്നെ വട്ടം കറക്കുമല്ലോ പാസിങ്ങിൽ. നമുക്ക് കുറച്ചേരം വട്ടം കറക്കാം. അയ്യോ വീണ്ടും വട്ടം കറക്കാൻ. നല്ല വട്ടം കറക്കായിരുന്നു. സമ്മതിച്ചിരിക്കുന്നു മക്കളെ. നിൽക്കടാ. അവന്മാർ കുറച്ച് നല്ലൊരു അവൻ്റെ അറ്റാക്കിങ് അവയർനെസ് കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റ് ഹാഫ് കയറി. അപ്പം നമുക്ക് ബോൾ എടുത്തിട്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫോർഡിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഹൈപ്പ് കയറിപ്പോയിട്ട് ഫോർഡിനെ ശരിക്കും നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ മുകളിലും വീഡിയോസൊക്കെ എന്താവും. അപ്പോൾ അടുത്ത വീഡിയോ വരെ ഞങ്ങൾ കാത്തിരിക്കാം. ബൈ, സീ യു നെക്സ്റ്റ് ടൈം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറയാൻ മറക്കണില്ല. ടാറ്റാ.